ഹലോ ഗൈസ്, 10,008 10,10 എത്രയോ ഒക്കെ ഭാര്യമാരുള്ള നമ്മളെ കൃഷ്ണൻ ഇച്ചിരി പവർ വരട്ടെ എന്ന് വിചാരിച്ച് ആ പാവപ്പിടിച്ച ഹോട്ടലുകാരെ ഇച്ചിരി മന്തി എടുത്ത് വിളമ്പി ഒരു കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്ത്. അതിനിപ്പോൾ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തോ നിങ്ങൾക്ക് മാത്രമേ ഉള്ള വിഷു, ഞങ്ങൾക്കൊന്നുമില്ല വിഷു. ഞാൻ ഒരു ക്രിസ്ത്യനാണ്, നമുക്ക് കായലിപ്പണിയാണ്. നമ്മൾ കണി കാണുന്നത് കരിമീനും കൊഞ്ചും ഞണ്ടും അങ്ങനത്തുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ മുസ്ലിംസ് അവർക്ക് കണി കാണാൻ വേണ്ടി അവർ മന്തിയും മച്ചാറും പിന്നെ ചിക്കൻ കറിയും ഒക്കെ വെച്ച് കാണും. അതിലിപ്പോൾ നിങ്ങൾക്കൊക്കെ കടിയുള്ളേണ്ട കാര്യം എന്തോ? കമൻറ്റ് ബോക്സ് മൊത്തം അവനെ തൂക്കിക്കൊല്ലണം, അവനെ വെട്ടിക്കൊല്ലണം, അവനെ അറിഞ്ഞു കൊല്ലണം, എന്തോന്നറാ ഇതൊക്കെ. പോലീസ് സ്വമേധയാ കേസെടുത്തു. എന്ത് കാര്യത്തിന്? അവർ വിശ്വാസംസിച്ചതിനാണ് സ്വമേധയാ കേസെടുത്തത്? അല്ല, അറിയാൻ മേതുകൊണ്ട് ചോദിക്കുക. വിഷുടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിന്ദുക്കളുടെ മാത്രം ദൈവമൊന്നുമല്ല, മനസ്സിലായേ? ഇല്ല, ആൾക്കാർ വന്നേക്കുന്നു. ഞങ്ങളുടെയൊക്കെ ദൈവം കൂടി തന്നെയാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന അവതാരം. അല്ല, നിങ്ങൾ മാത്രം ഒച്ചയ്ക്ക് വെച്ച് ഇയാൾ പച്ചക്കറി വെജിറ്റബിൾ മാത്രമേ നിങ്ങൾ കൃഷ്ണന് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു മൂഞ്ചിയ വർത്താനമാണ്. ഞങ്ങൾ മീൻകറിയൊക്കെ വിളമ്പി കൂടി. ഞങ്ങളുടെ വീട്ടിൽ കൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ ശ്രീകൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണി കാണുകയും ചെയ്യും. നമ്മൾ വറുത്ത മീൻ, കരിമീനൊക്കെ ഫ്രൈ ചെയ്ത് പൊരിച്ചൊക്കെ കൊടുക്കും. കൂന്തൾ ഞണ്ട് എല്ലാം വെച്ച് കൊടുക്കും. നിങ്ങളാണെങ്കിൽ അത്താപ്പാടി അസോസിയേഷൻ ഒന്നുമല്ല ഇത്, അറിയാടാ. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വിളമ്പി കൊടുക്കും ആഹാരമെല്ലാം. 10,008 ഭാര്യമാരുള്ളൊരു ചെറുക്കനാണ് അവൻ. അവനെ ഇങ്ങനെ നിങ്ങൾ പച്ചക്കറി മാത്രം കൊടുത്തിട്ട് ഒരിടത്ത് കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. ഇത് നിങ്ങളെന്ത് വിചാരിച്ച് നിങ്ങളുടെ മാത്രം ദൈവമാണെന്ന് വിചാരിച്ചാൽ? ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടാ കൃഷ്ണനെ കണി കാണിക്കാനൊക്കെ ആയിട്ട്. ആണെങ്കിൽ തന്നെ മുസ്ലിംസിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ ഈ മന്തിയും ചിക്കൻ കറിയൊക്കെ വെച്ച് കാണിച്ചു കൊടുത്ത്. അതിനിപ്പോൾ ആർക്കാണ് ഇത്ര ഖേദമെന്നറിയാൻ വയ്യല്ലേ? നീക്ക് എന്തുവരും കൊള്ളാം കേട്ടാ. നല്ല ആൾക്കാരാ. സ്വമേധയാ പോലീസ് കേസെടുത്തു, മന്തി കച്ചവടം കട പൂട്ടി, ചേർത്തലയിൽ ഞാൻ കൊണ്ടൊന്നും പറയില്ല. വെച്ചിട്ട് പോ.